6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം സെക്കൻഡ് ടൈമിൻ്റെ ചോദ്യ ഉത്തരങ്ങളിലൂടെ ഉള്ള ഒരു കടന്നുപോകലാണ്. എല്ലാ ഉത്തരങ്ങളും ചോദ്യങ്ങളും നൽകിയിട്ടുണ്ട്. ഓരോ ചോദ്യവും വിലയിരുത്തി ഗ്രേഡ് ABCD എന്നിങ്ങനെയാണ് പരീക്ഷാ പേപ്പറുകളിൽ നിങ്ങൾ ലഭിക്കുന്നത്. 3-4 ചോദ്യങ്ങൾക്ക് ഇൻറ്റേർണൽ ചോയ്സ് ഉണ്ട്. അതായത് അല്ലെങ്കിൽ A അല്ലെങ്കിൽ B എന്നുള്ള ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതിയാകും. 6 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി ടോട്ടൽ മാർക്ക് കിട്ടുമ്പോൾ 80 മുതൽ 100 വരെ സ്കോർ ചെയ്ത കുട്ടിയാണ് A ഗ്രേഡിന് അർഹമാകുന്നത്. ആ A ഗ്രേഡ് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിട്ടുണ്ടാവുക. 60 മുതൽ 79 വരെ B വെരി ഗുഡ് എന്ന് നമുക്ക് പറയാം. 40 മുതൽ 59 വരെ C ഗ്രേഡാണ് ഗുഡ്. 30 മുതൽ 39 വരെ D ഗ്രേഡാണ് സാറ്റിസ്ഫാക്ടറി, തൃപ്തികരമാണ് എന്ന് മാത്രം. 30-ൽ താഴെ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓരോ ചോദ്യത്തിനും ലഭിച്ച ഗ്രേഡ് പരിഗണിച്ച് ശതമാന പട്ടിക ഉപയോഗിച്ച് വിഷയത്തിൻ്റെ ഓവറോൾ ഗ്രേഡ് നൽകിയതാണ് ഈ ക്യാപിറ്റൽ ലെറ്ററിലുള്ള ABCDE. ഒരു ചോദ്യത്തിൻ്റെ മാർക്കാണ് അല്ലെങ്കിൽ ഗ്രേഡാണ് ചെറിയ അക്ഷരത്തിലുള്ള ABCDE. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. അതായത് ചോദ്യങ്ങളിലൂടെ എല്ലാം വളരെ ഭംഗിയായിട്ട് കടന്നു പോവുക. ഏതെല്ലാമാണ് എനിക്ക് എഴുതാൻ കഴിയുന്നത്, ഏതെല്ലാമാണ് എനിക്ക് ഉത്തരം നൽകാൻ ഭംഗിയായി സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിശ്ചയിക്കുക, ഏതെല്ലാം എഴുതണമെന്നുള്ളത് നിശ്ചയിക്കുക. ചോദ്യത്തിലേക്ക് കടക്കാം. 3-4 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ചോയ്സ് ഉള്ള ചോദ്യങ്ങളിൽ A, B എന്നീ പിരിവുകളിൽ ഒന്നിന് മാത്രം എഴുതിയാൽ മതി. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇനി ഓരോ ചോദ്യത്തിലും ഉപചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ക്ലസ്റ്റർ ക്വസ്റ്റ്യൻസ്. ആ ക്ലസ്റ്റർ ക്വസ്റ്റ്യൻസിനും ഉത്തരം എഴുതേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ മാർക്ക് വളരെ താഴേക്ക് പോകുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ പൊതു സ്വഭാവം അനുസരിച്ച് പ്രാഥമിക, ദ്വിതീയ, തൃതീയ എന്നീ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. കൃഷിക്ക് പ്രാധാന്യം ഉൾപ്പെടുന്ന മേഖലയാണ്. ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തുന്ന മേഖലയാണ്. വ്യവസായത്തിനാണ് ദ്വിതീയ മേഖല പ്രാധാന്യം നൽകുന്നത്. പ്രാഥമിക മേഖലയാകട്ടെ കൃഷിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അങ്ങനെയാണെങ്കിൽ തൃതീയ മേഖല പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന മേഖലയാണ്. ഉദാഹരണ സഹിതം എഴുതുകയാണെങ്കിൽ പരുത്തി കൃഷിയെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം ഉത്തരത്തിൽ നൽകിയിട്ടുണ്ട്. ഈ ചോദ്യം വീണ്ടും എഴുതി ഉത്തരം എഴുതുക തന്നെ വേണം. A4 ഷീറ്റ് എടുക്കുക, ലാൻഡ്സ്കേപ്പിൽ പിടിക്കുക, ചോദ്യം എഴുതുക. ഏറ്റവും ചുരുക്കി ചോദ്യം എഴുതാം. സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ പൊതു സ്വഭാവം അനുസരിച്ച് പ്രാഥമിക, ദ്വിതീയ, തൃതീയ എന്നീ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ്. മേഖല ഏതാണ്? കാർഷിക മേഖല എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? വ്യവസായത്തിന് പ്രാധാന്യമുള്ള മേഖല ഏതാണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. ABCD ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരം B ആണ്, 1ഉം 3ഉം. അതായത് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ്. അതുപോലെ കാർഷിക മേഖല എന്നറിയപ്പെടുന്ന മേഖലയുമാണ് ഈ പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. അത് വന്നിരിക്കുന്നത് B, 1, 3. ഇപ്പോൾ കൂടുതൽ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിലെ A എന്നെഴുതിയിട്ട് വേണം ഉത്തരം എഴുതാൻ. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ B ആയി കൊടുത്തിരിക്കുന്ന ഉപചോദ്യം എന്താണെന്ന് നോക്കാം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ എങ്ങനെയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു? അതിനുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദമാക്കുന്നില്ല. വായിച്ചു നോക്കി ഉത്തരം എഴുതുക. പകർത്തി എഴുതുക തന്നെ വേണം. രണ്ടാമത്തെ ചോദ്യം, കൃഷിയുടെ വ്യാപനം മനുഷ്യൻ്റെ ജീവിതത്തിൽ വിവിധ മാറ്റങ്ങൾക്ക് കാരണമായി. കൃഷിയുടെ വ്യാപനത്തിനിടയാക്കിയ സാഹചര്യം എന്താണ്? ധാരാളം കൃഷി ഉപകരണങ്ങൾ ഉണ്ടാകുന്നു, മിച്ച ഉൽപ്പന്നം വിൽക്കേണ്ടിയിരിക്കുന്നു അല്ലെ കൈമാറ്റം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൻ്റെ വിതരണ രീതികളെ പറ്റി എഴുതണം. തന്മൂലം തന്നെ നഗരവൽക്കരണം സാധ്യമാകുന്നു. ആൾക്കാർ കൂടുതൽ കൃഷി ചെയ്യുന്നു, അതിൻ്റെ വ്യാപനം മൂലം ഉൽപ്പാദനം വർദ്ധിക്കുന്നു. സംഭരണം, കൈമാറ്റം, ചന്തകൾ, കച്ചവട കേന്ദ്രങ്ങൾ തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിലൂടെ നഗരങ്ങൾ രൂപപ്പെടുന്നു.
തുടങ്ങിയ വിവരങ്ങൾ വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ട്. കൃഷിയുടെ വ്യാപനം നഗരങ്ങളുടെ രൂപീകരണത്തിന് സഹായകരമായത് എങ്ങനെയെന്നൊരു ചോദ്യമുണ്ട്. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഉൽപ്പാദന വർധനവും സംഭരണവും കൈമാറ്റവും ചന്തകളും കച്ചവട കേന്ദ്രങ്ങളൊക്കെ ഊർജ്ജസ്വലമായതോടുകൂടി നഗരങ്ങൾ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഉത്തരം നൽകിയിരിക്കുന്നത് ഒന്നുകൂടി ആവർത്തിച്ച് ഓർമ്മിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലെ ബി ഉപചോദ്യം, പട്ടുപാതയിലൂടെ വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാമാണ്? ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക. അതായത് ക്യാപിറ്റൽ ലെറ്ററിലെ എ ആണ് ഉത്തരമായി വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, വിവിധ സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനത്തെയാണ് സാംസ്കാരിക മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിവിധ സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, പരിവർത്തനം, അതാണ് സാംസ്കാരിക മാറ്റം. സാംസ്കാരിക വ്യാപനമുണ്ട്, സാംസ്കാരിക സ്വാംശീകരണമുണ്ട്, അന്യസംസ്കാരം ആർജിക്കലുണ്ട്. ഇതെല്ലാം നൽകിയിരിക്കുന്ന 2 കോളം വായിക്കുക. സൂചകങ്ങൾ: മറ്റൊരു സംസ്കാരത്തിൻ്റെ സ്വാധീനത്താൽ സ്വന്തം സംസ്കാരത്തിൽ ഭാഗികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉത്തരം സി ആണ്, സാംസ്കാരിക സ്വാംശീകരണം. അതേസമയം സ്വന്തം സംസ്കാരത്തിൻ്റെ പല ഘടകങ്ങളും നിലനിർത്തുകയും ചെയ്യുന്നു. പൂർണ്ണമായൊരു മാറ്റമല്ല, ചില സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ സ്വാംശീകരിക്കുക. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുന്നു. റോമൻ ലെറ്റർ 2 കൊടുത്തിരിക്കുന്നത്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുന്നു എന്നുള്ളത് അന്യസംസ്കാരം ആർജിക്കലാണ്. മൂന്നാമത്തെ പോയിന്റ്, ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നു. അത് സാംസ്കാരിക വ്യാപനമാണ്. ഒരു വെള്ളത്തിലേക്ക് ഒരു തുള്ളി മഷി ഒഴിച്ചാൽ അത് പടരുന്നതാണ് അല്ലേ. ഇതുപോലെ സംസ്കാരത്തിൻ്റെ ചില സവിശേഷതകൾ ഒരു രാജ്യത്തു നിന്നുള്ള മറ്റൊരു രാജ്യത്തിലേക്ക് അത് എത്തുമ്പോൾ നാം അത് സ്വീകരിക്കുകയും അത് നമ്മുടെ നാട്ടിൽ പരക്കെ വ്യാപകമാവുകയും ചെയ്യുന്നുണ്ട്. ശരിയായ ഉത്തരം സി. 1B, 2C, 3A. 3A ചോദ്യത്തിലെ എ ബി എന്നീ ഉപചോദ്യങ്ങളിലെ ബി ചോദ്യത്തിൻ്റെ ഉത്തരം പരിശോധിക്കാം. ചോദ്യം ഇതാണ്: സാങ്കേതിക വിദ്യയുടെ വികാസം സാംസ്കാരിക നവീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉദാഹരണ സഹിതം വിശദമാക്കുക. സാങ്കേതിക വിദ്യ വന്നതോടുകൂടി വളരെയധികം സാംസ്കാരിക നവീകരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അടുപ്പുകളുടെ നിർമ്മാണം, പാചകരീതിയിലെ മാറ്റം, ഓൺലൈൻ സമ്പ്രദായം. കോവിഡ് കാലത്തൊക്കെ നമ്മൾ പാഠം പഠിച്ചത് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചാണ്. അതുപോലെ മെച്ചപ്പെട്ട മാറ്റങ്ങൾ നൽകിയിരിക്കുന്നത് ഉത്തരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ആവർത്തിച്ച് പഠിച്ച് ഉത്തരം സ്വായത്തമാക്കുക. 3B ചോദ്യം, സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം. ഇത്തരത്തിൽ സംസ്കാരത്തിന് നിരവധി സവിശേഷതകളുണ്ട്. ഒരു പത്രവാർത്ത നൽകിയിരിക്കുകയാണ്. സ്കൂളിൽ സാംസ്കാരിക ദിനം ആചരിച്ചു. സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ സാംസ്കാരിക ദിനം സംഘടിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ അവരുടെ വേഷങ്ങൾ, നൃത്തങ്ങൾ, ഭക്ഷണ രീതികൾ എന്നിവ അവതരിപ്പിച്ചു. ശാസ്ത്രം പോലെ തന്നെ സംസ്കാരവും മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ശക്തിയാണെന്ന് ഹെഡ് മാസ്റ്റർ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ചോദ്യം ഇതാണ്. ചോദ്യം എ, സംസ്കാരത്തിൻ്റെ ഏത് സവിശേഷതയുമായാണ് ഈ വാർത്ത ബന്ധപ്പെട്ടിരിക്കുന്നത്? സംസ്കാരം പ്രതീകാത്മകമാണ്. സംസ്കാരം സാമ്പ്രദായികമാണ്. സി, സംസ്കാരം ചലനാത്മകമാണ്. ഡി, സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ്. ശരിയായ ഉത്തരം ഡി, സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ്. ഇവിടെ സ്കൂളിൽ സാംസ്കാരിക ദിനം സംഘടിപ്പിച്ചപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ അവരുടെ വേഷങ്ങൾ, നൃത്തങ്ങൾ, ഭക്ഷണ രീതി എന്നിവയെല്ലാം ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സംസ്കാരം പങ്കുവയ്ക്കപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പത്രവാർത്തയിൽ നൽകിയിരിക്കുന്നത്. അടുത്തത് 3ാമത്തെ ചോദ്യത്തിൻ്റെ ഉപചോദ്യം ബി, സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. വിദ്യാലയത്തിൽ അസംബ്ലി നടക്കുന്നത്, അച്ചടക്കം പാലിക്കുന്നത്, വൃത്തി, ശുചിത്വബോധം, മാലിന്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള അനവധി പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടുന്നത്, നിവേദനം നൽകുക, ഇതെല്ലാം ഒരു സംസ്കാരം പഠിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. ജന്മസിദ്ധമായി കിട്ടുന്നതല്ല. കുടുംബം വഴി, അതുപോലെ സമൂഹം വഴി, സാമൂഹികീകരണ പ്രക്രിയ വഴിയൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. വിശദമായ ഉത്തരം നൽകിയിരിക്കുന്നത് വായിക്കുമല്ലോ. 4ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. ഭൂഖണ്ഡങ്ങളുടെ ചിത്രങ്ങൾ ധാരാളം നൽകിയിട്ടുണ്ട്.
ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് മഹാസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. ഇത്രയും സമുദ്രങ്ങൾ നമുക്കുണ്ട്. എന്നാൽ അവയ്ക്കിടയിലുള്ള കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് നമുക്കറിയാം. ചോദ്യം ഇതാണ് എ. നാലാമത്തെ ചോദ്യത്തിൽ എ ചോദ്യം. ഭൂപടത്തിൽ തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറേ അതിര് ഏതാണ്? ഭൂപടം നോക്കുക, തെക്കേ അമേരിക്ക എന്നുള്ള ഭൂഖണ്ഡം തിരിച്ചറിയുക. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറേ അതിര് പസഫിക് സമുദ്രമാണ്. ഏതൊരു ഭൂഖണ്ഡവും എടുക്കുക, അതിന് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് അതിരുകൾ കണ്ടെത്തി ഒരു നോട്ട് തയ്യാറാക്കുമല്ലോ. ചോദ്യം 4ൻ്റെ ബി ചോദ്യം, ഉപചോദ്യം ബി. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏഷ്യ, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. 4 പോയിന്റ്സ് നൽകിയിട്ടുണ്ട്. വലിപ്പത്തെപ്പറ്റി സൂചിപ്പിക്കണം, ജനജീവിതം, ഈ 2 ഭൂഖണ്ഡങ്ങളിലെയും ഭൂപ്രകൃതി പറയണം, ഏഷ്യ, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളിലെ കാലാവസ്ഥയും സൂചിപ്പിക്കണം. ഉത്തരം നൽകിയിരിക്കുന്നത് വായിക്കുമല്ലോ. ഇതേ പാഠത്തിൻ്റെ എല്ലാ ഉത്തരങ്ങളും അടങ്ങിയിരിക്കുന്ന മറ്റൊരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ആവർത്തിച്ച് വായിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് 4ാമത്തെ ബി ചോദ്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. 4A 4B ഇതിലേതെങ്കിലും ഒന്ന്. രണ്ടും സമാനതകളുള്ള ചോദ്യമാണ്. 3Aയും Bയും ചോദിച്ചതുപോലെ തന്നെ സമാനതകളുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭൂപ്രകൃതി സവിശേഷതകൾ, ഈ ഏതെല്ലാം ഭൂപ്രകൃതി സവിശേഷതകൾ ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിലാണോ ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഭംഗിയായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. എവറസ്റ്റ് കൊടുമുടി ഏഷ്യയിലാണെന്നും, സഹാറ മരുഭൂമി ആഫ്രിക്കയിലാണെന്നും, അതുപോലെ ആമസോൺ മഴക്കാടുകൾ ഉള്ളത് തെക്കേ അമേരിക്കയിലാണെന്ന് നമുക്കറിയാം. മറ്റൊരു ചോദ്യം കൊടുത്തിരിക്കുന്നത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഏഷ്യ, ഓസ്ട്രേലിയ നമ്മൾ എഴുതി കഴിഞ്ഞു. അതുപോലെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓർക്കുക, ഇവിടെ വലിപ്പം എത്രയാണെന്നുള്ള ചോദിക്കുന്നില്ല. അതിരുകൾ, ഭൂപ്രകൃതി, കാലാവസ്ഥ, ജനജീവിതം. അടുത്ത ചോദ്യം 5ാമത്തെ ചോദ്യമാണ്. മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയിലെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ചിത്രം നൽകിയിട്ടുണ്ട്. തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്. മഹാശിലായുഗ സ്മാരകങ്ങൾ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല് എന്നിവയെല്ലാം ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടതാണ്. 4 ഓപ്ഷൻ. എ യുദ്ധങ്ങൾ, ബി വ്യാപാരം, സി ശവസംസ്കാര രീതി, ഡി കൃഷി. അപ്പോൾ ശില അല്ലെങ്കിൽ ശിലാപാളി, കരിങ്കല്ല്, ചെങ്കല്ല് ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മൃതശരീരാവശിഷ്ടങ്ങൾ ഇരുമ്പ് യുഗത്തിൽ സംസ്കാര രീതിക്ക് വേണ്ടി ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മാണമാണ്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരുന്നതിനാൽ മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നതിനാൽ ഇരുമ്പ് യുഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ, പഠിക്കുമല്ലോ. 6ാമത്തെ ചോദ്യം, ഉപചോദ്യം. മഹാശിലായുഗത്തിൻ്റെ സവിശേഷത ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ ഉത്തരം ആവർത്തിച്ചെഴുതുക. ഉപചോദ്യമാണ് മഹാശിലായുഗത്തിൻ്റെ സവിശേഷത ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. ഉത്തരം സൂചിപ്പിച്ചു കഴിഞ്ഞു. 6ാമത്തെ ചോദ്യം. വെങ്കലയുഗത്തിൽ മനുഷ്യജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? വെങ്കലയുഗ സംസ്കാരത്തിൽ ധാരാളം മാറ്റങ്ങൾ ജനങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ധാരാളം സംസ്കാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് ഇതേത് വെങ്കലയുഗ സംസ്കാരമാണെന്ന് കണ്ടെത്തണം. നൈൽ നദീതടത്തിൽ രൂപം കൊണ്ടു. 2ാമത്തെ സൂചന എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് ആണ്. 3ാമത്തെ സൂചന കൃഷിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. 4ാമത്തെ സൂചന രാജാക്കന്മാർ ഫറവോ എന്ന പേരിൽ അറിയപ്പെടുന്നു. നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരമാണ് അല്ലേ? വെങ്കലയുഗ കാലഘട്ടത്തിലുണ്ടായ മഹത്തായ ഒരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. അടുത്തത് 6B. 6ാമത്തെ ചോദ്യത്തിൽ ബി ചോദ്യം, ഉപചോദ്യം. ശിലായുഗത്തിൽ നിന്നും വെങ്കലയുഗത്തിലെത്തിയ മനുഷ്യരുടെ ജീവിത രീതിയിൽ ഉണ്ടായ മാറ്റം. കൃഷി ധാരാളം വ്യാപിച്ചു, കാർഷിക ഉൽപ്പന്നങ്ങൾ വർദ്ധിച്ചു. ഉൽപ്പന്നങ്ങൾ അതോടുകൂടി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല, കൈമാറുന്നതിന് വേണ്ടി കേന്ദ്രങ്ങൾ ഉണ്ടായി, ആഴ്ച ചന്തകൾ രൂപീകരിച്ചു. അതോടുകൂടി ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായതോടുകൂടി
പട്ടണങ്ങളും നഗരങ്ങളും രൂപം കൊണ്ടു? വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. എത്രമാത്രം നന്നായി പഠിച്ചിരുന്നു എന്നുള്ളത് വിചിന്തനം ചെയ്യുക. അതല്ലെങ്കിൽ ഇതുപോലെ പാഠഭാഗത്തെ എല്ലാ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് മാറ്റി ചിന്തിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത പരീക്ഷ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈമിലെയും തേർഡ് ടൈമിലെയും ചോദ്യങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീഡിയോകൾ ആവർത്തിച്ച് കാണുകയും പുതിയ പുതിയ വീഡിയോകൾ വരുമ്പോൾ പുതിയ വീഡിയോകൾ വരുമ്പോൾ കൃത്യമായിട്ട് എഴുതിയെടുത്ത് നോട്ടുകൾ തയ്യാറാക്കി നന്നായി പഠിക്കുക. താങ്ക് യു.